തെക്കൻ കേരളത്തിൽ അതിശക്ത മഴയ്ക്ക് സാധ്യതയും കാറ്റിനും സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ മുന്നറിയിപ്പ്. ശരിയാണ് കേട്ടോ. എന്താ മക്കളെ എവിടെയൊക്കെ ഒന്ന് ഉണ്ടായെന്നറിയോ. രാവിലെ എണീച്ച് വരുമ്പോൾ തന്നെ കറണ്ടില്ല. കവുങ്ങ് പകുതിക്ക് തന്നെ അങ്ങോട്ട് നടു പൊളിഞ്ഞിട്ട് വേറൊരു കവുമ്മ കൂടെ ചാമ്പിയിട്ട് രാത്രി വെള്ളം അടിച്ചിട്ടൊരു ടാങ്ക് വെള്ളമൊക്കെ അതിൻ്റെ ആ നിറഞ്ഞു പോണ പൈപ്പൊക്കെ പൊട്ടിയിട്ടതാ ടാബിൻ ടീച്ചർ പറമ്പി കിടക്കുന്നു. ടാങ്കിയിലൊരു തുള്ളി വെള്ളമില്ല. രാത്രി നിറച്ചിട്ടതാ. മഴയൊക്കെയാണ്, ഇനി കറണ്ട് പോയാലോ എന്നൊക്കെ പറഞ്ഞിട്ട് ടാങ്കിയിൽ വെള്ളമില്ല, കറണ്ടില്ല. അപ്പം ഇന്നത്തെ ദിവസം അങ്ങനെ ഇരുന്നിട്ടാ പകുതിക്ക് നിന്ന് ഇങ്ങോട്ട് ചീന്തി പോന്നിരിക്കുകയാണ് കേട്ടോ കവുങ്ങ്. അപ്പോൾ അത് കണ്ടപ്പോൾ തന്നെ ഇന്നത്തെ ദിവസം പോയി. അതിൻ്റെ തല വന്നിട്ട് കോഴിക്കോടിൻ്റെ മേലെയായിട്ടൊക്കെ എടുക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ദിവസം ഇങ്ങനെ ഇരുന്നിട്ടാണ്. അപ്പം നമ്മളെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം കേട്ടോ കൂട്ടുകാരെ. അപ്പോൾ അതൊക്കെ കണ്ടിട്ട് നേരെ പിന്നെ അടുക്കളയ്ക്ക് പോകുന്നത്. കണ്ടിട്ട് നിൽക്കാനുള്ള സമയമില്ലല്ലോ. അപ്പോൾ രാത്രി കറി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ രാത്രി കറി ഇല്ലാത്ത കാരണം രാത്രി എടുത്ത് മത്തിക്കറി. അപ്പോൾ രാവിലേക്ക് മത്തിക്കറി ഉണ്ട്, ഉച്ചക്കലിക്കൊക്കെ. അപ്പോൾ മത്തന് കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പയറ് വെള്ളത്തിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് മത്തയ്ക്ക വറുത്തലിശ്ശേരി ഉണ്ടാക്കാൻ വെച്ചിട്ട് അതൊക്കെ മുളകും പൊടിയും മഞ്ഞൾപ്പൊടിയും പയറും മത്തനും ഒക്കെ കൂടി വെച്ചെടുത്തുണ്ട് കേട്ടോ. ഒരു ചെറിയ കഷ്ണം ശർക്കര ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് വേവാൻ വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും നമുക്ക് അരി വെള്ളത്തിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഓട്ടപ്പം ഉണ്ടാക്കാൻ വിചാരിച്ച്. പക്ഷേ രാവിലെ എണീച്ചിട്ടൊന്നും കറണ്ടില്ല. അപ്പോൾ ഒരു 8:30 വരെയും കറണ്ട് വന്നില്ല. അപ്പോൾ പ്ലാനൊക്കെ മാറ്റി എന്നാൽ നൂൽപ്പെട്ടിട്ട് ഉണ്ടാക്കുക, അല്ലാണ്ട് അപ്പോൾ എന്താ ചെയ്യാന്ന് വിചാരിച്ചിട്ടാ. അപ്പോൾ പിന്നെ ഒരു 8:30 കഴിഞ്ഞപ്പോൾ കറണ്ട് വന്നപ്പോൾ വേഗം അരി എന്താ ആട്ടിയെടുക്കുക കേട്ടോ. ഇനി പോവോ വരുമോ ഇല്ലേന്നൊന്നും അറിയാൻ പറ്റില്ല. അപ്പോൾ വിന്ധ്യാച്ചനോട് പോയിട്ട് ഒരു ബക്കറ്റ് വെള്ളം എടുത്ത് വന്നിട്ട് ഞാൻ കുളി കണ്ട് കഴിച്ച്. അപ്പോൾ അതിൻ്റെ മുന്നേ നമ്മളെ മുറ്റടിക്കലും മഴ നേരം വിളിച്ചോളം മഴ ഇരുന്നിട്ടാ. 24 മണിക്കൂർ നിർത്താതെ പെയ്തിറക്കണം മഴ. മുറ്റടി ഉമ്മറം തുടയ്ക്കലും ഒക്കെ കണ്ട് കഴിഞ്ഞിട്ടാ. എന്നിട്ടാണ് ഞാൻ പിന്നെ വെള്ളമൊക്കെ എടുത്തുകൊടുന്ന് കുളിച്ചത്. പിന്നെ ചോറൊക്കെ വെക്കാനുള്ള വെള്ളമൊക്കെ ഇന്നലെ രാത്രി പിടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. വലിയ ടാങ്കാട്ടോ, ഒരു ടാങ്ക് വെള്ളാണ്ട് പോയി. അപ്പോൾ ഈ വെള്ളം നിറഞ്ഞു പോണേ ആ ഭാഗം ഉണ്ടല്ലോ, അതിൻ്റെ ആ അടിഭാഗമാണ്ട് പൊട്ടി. അപ്പോൾ ഒരു തുള്ളി വെള്ളം ടാങ്കിയിലില്ലാതെ മൊത്തം പോയി. അങ്ങനെ ചോറ് തിളച്ചതാട്ടാ. അപ്പോൾ ചോറ് അല്ലെങ്കിൽ നമ്മൾ നേരം വൈകിയല്ലോ. അപ്പോൾ ചോറ് ഞാൻ അപ്പുറത്തെ അടുപ്പത്ത് തീ കൂട്ടിയിട്ട് അകമലിക്കാണ്ട് എടുത്ത് വെച്ച്. അപ്പോൾ ഇതാണ് കുറച്ച് വലിയ അടുപ്പിട്ടാ. അപ്പോൾ ഇതുമ്പോൾ നല്ല സുഖമായിട്ട് ഓട്ടപ്പം ഉണ്ടാക്കി എടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ അപ്പുറത്ത് എടുത്ത് വെച്ചിട്ട് ചോറ് ഞാൻ കത്തിച്ചിട്ട് അത് വേവുണ്ട് കേട്ടോ. അങ്ങനെ ഓട്ടപ്പൊക്കെ ഒന്ന് ഉണ്ടാക്കിയെടുക്കുകയാണ്. അപ്പോൾ ഞാൻ പറയാനുള്ള കാര്യങ്ങൾ പറയാം. അപ്പോൾ വെള്ളമില്ല, ഒന്നുമില്ല. ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇപ്പം നമ്മളോടൊരു പ്ലംബിങ് ഒരു ഇതിൻ്റെയോ ഇങ്ങനത്തെ ഈ കാറ്റും ഇതൊക്കെ ആയിട്ട് ഇതൊക്കെ കറണ്ട് പോയാലും പൈപ്പ് പൊട്ടിയാലൊക്കെ നമുക്ക് വേഗം ഒരാളെ കിട്ടുമോ കിട്ടുമോ? അപ്പം ഞാൻ എൻ്റെ മോൻ പഠിച്ച പണിയിൽ ഇന്നാണ് കേട്ടോ ഒരു അഭിമാനം തോന്നിയത് എനിക്ക്. കാരണം ഏത് പണിക്കും ഉണ്ടാവും അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകളും ഒക്കെ അല്ലേ. ഏത് പണി നല്ല അഭിമാനിക്കാൻ പറ്റിയ പണി തന്നെ. പക്ഷേ ITIയിൽ ഇലക്ട്രിക്കൽ പഠിച്ച് ഇപ്പോൾ പ്ലംബിങ് പറയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ മൂപ്പര് എണീച്ചിട്ടില്ല. എണീച്ചാൽ അത് ശരിയാക്കാൻ പറ്റും എന്നുള്ളൊരു വിശ്വാസം ഉണ്ട് കേട്ടോ. അപ്പം അങ്ങനെ ഒരു 9 മണിയൊക്കെ ആകുമ്പോഴേക്കന്നെ ആൾ വന്ന്. അപ്പോൾ പൊട്ടി പോയി നോക്കിയൊക്കെ നോക്കി. അപ്പോൾ അതിൻ്റെ മുന്നേ രാവിലെ ഞാൻ ഒന്ന് കയറി നോക്കി. പേടിയുണ്ട് കേട്ടോ വഴുക്കുമെന്നൊക്കെ. അപ്പോൾ പൈപ്പും കഷ്ണമൊക്കെ ആയിട്ട് താഴത്തുള്ള പൊട്ടി വീണ പൈപ്പും കഷ്ണമൊക്കെ ആയിട്ട് പോയി. അങ്ങനെ അപ്പോഴേക്ക് അതിൻ്റെ മുന്നേ മേലേക്ക് കയറുന്ന വെള്ളം പൂട്ടിയിട്ട് താഴെ കുറച്ച് വെള്ളമൊക്കെ ഞങ്ങൾ അടിച്ചെടുത്തിട്ടാ. പെരുമാറാനും ബാത്റൂമിലേക്ക് തിരക്കുള്ളവർക്കൊക്കെ പോകാനും ഒക്കെ വേണ്ടിയിട്ട്. അങ്ങനെ പിന്നെ രാവിലത്തെ ഏട്ടന് പോകാനും ഒക്കെ ഉള്ള തിരക്കുമല്ലേ. അപ്പോൾ വേഗം അടുക്കളയിലത്തെ കുറച്ചൊക്കെ കാര്യങ്ങളൊക്കെ കണ്ട് ചെയ്തു. അപ്പോൾ പയറൊക്കെ വെന്തപ്പോൾ പിന്നെ ഞാനതൊന്ന് വറവിട്ടെടുക്കട്ടാ. നാളികേരം ഒന്ന് വറക്കണമല്ലോ. അപ്പോൾ കടലപ്പരിപ്പും ഉണക്കമുളകും കറിവേപ്പിലയും ഒക്കെ ഇട്ട് കടുകൊക്കെ പൊട്ടിച്ചിട്ട് ഒരു പിടി നാളികേരം ഒന്ന് വറുത്തിട്ടായിരിക്കും നമ്മളെ
മൂത്താൽ മത്തൻ വേവിച്ച് വെച്ച മത്തൻ കൊട്ടി കൊടുക്കുക കേട്ടോ. അപ്പോൾ അതൊക്കെ അവിടെ ആയി വരട്ടെ. അങ്ങനെ നമ്മൾ തലേ ദിവസം പ്ലാൻ ചെയ്തിട്ട് കാര്യങ്ങളൊന്നും പിറ്റേ ദിവസം നമ്മൾ വിചാരിച്ച പോലെയൊന്നും കാര്യങ്ങൾ നടക്കില്ല കേട്ടോ. അപ്പോൾ ഓട്ടപ്പത്തിലേക്ക് വേണ്ടവർക്ക് മീൻകറി എടുക്കുക, അല്ലാത്തവർക്ക് തേങ്ങാപ്പാൽ എടുക്കുക എന്നൊക്കെ വിചാരിച്ചിട്ട് നമ്മൾ ചേച്ചി നാളികേരമൊക്കെ ചിരകി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോഴാണ് പിന്നെ കറണ്ട് വന്നപ്പോൾ എന്നാൽ ഓട്ടപ്പം തന്നെ ഉണ്ടാക്കാച്ചിട്ട് അങ്ങനെ ഓട്ടപ്പം തന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടൊരു പ്ലാനിൽ അങ്ങനെ നിന്ന് കേട്ടോ. അല്ലെങ്കിൽ ഒന്ന് ഉൾപ്പിട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു. കറണ്ട് ഉണ്ടെങ്കിലല്ലേ ഇപ്പം അരച്ചെടുക്കാൻ പറ്റുള്ളൂ. കറണ്ടും ഇല്ല, വെള്ളം ഇല്ലാത്തൊരവസ്ഥ ഒന്ന് ചിന്തിച്ച് നോക്കിയേ. ഇനി ഇങ്ങനെ ഇരിക്കും കേട്ടോ. അപ്പോൾ എന്തൊരു മഴ എന്നാണ് പറയുന്നത്. അങ്ങനെ പിന്നെ ഓൻ വന്നപ്പോൾ നമ്മളിത് പോവുക, ഒന്ന് വരുന്ന കൂടെ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പോയി. അപ്പോൾ കയറുമ്പോൾ തന്നെ കോണിപ്പടിമെന്നൊക്കെ ഒന്ന് കൈ പിടിച്ചിട്ടൊക്കെ കയറ്റുന്നുണ്ട് കേട്ടോ. അവനറിയാം ഞാൻ അങ്ങനത്തെ പൊട്ടത്തരങ്ങളൊക്കെ ചെയ്യും, ചിലപ്പോൾ മറിഞ്ഞു വീഴുന്നൊക്കെ. അപ്പോൾ ഈ പൈപ്പ് പൊട്ടുമ്പോൾ അതിൻ്റെ ഉള്ളിൽ അതിൻ്റെ ഒരു പകുതി ഭാഗം അതിൻ്റെ ഉള്ളിലുണ്ട് കേട്ടോ പൊട്ടി പോകുമ്പോൾ. അപ്പോൾ ആ പൈപ്പ് അതിനകത്ത് എടുക്കണമല്ലോ, എന്നാലല്ലേ അടുത്ത പൈപ്പ് പൊട്ടിച്ചിട്ട് അതിലേക്ക് കയറ്റാൻ പറ്റുള്ളൂ. അപ്പോൾ അതിന് ചെയ്യുന്ന കേട്ടോ കാര്യങ്ങൾ. അപ്പോൾ ഞാൻ അങ്ങനെ ആക്കൊന്ന് വീഡിയോ പിടിച്ചതാട്ടാ. അപ്പോൾ ഇങ്ങനെ ഈ പൈപ്പ് തന്നെ ഒട്ടിക്കുന്ന ഒരു സാധനം അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ തേച്ചിട്ട് ഒന്ന് തീ കൊടുത്തിരിക്കുക കേട്ടോ. അപ്പോൾ അത് വന്നിട്ട് ഉള്ളിലുള്ള ആ പൈപ്പ് ഒന്നങ്ങോട്ട് ചൂടാവുമല്ലോ. അത് ചൂടായി കഴിഞ്ഞിട്ട് ചിങ്ങ സ്ക്രൂ ഡ്രൈവറായിട്ട് അതിങ്ങനെ അടത്തിയെടുക്കുക. അല്ലാത്തത് ഇങ്ങനെ കട്ടിങ് പ്ലെയറായിട്ടൊക്കെ ഇങ്ങനെ വലിച്ച് എടുക്കുക കേട്ടോ. അപ്പം ഞാൻ അപ്പോഴാണ് കേട്ടോ എനിക്ക് ഒരു അഭിമാനം തോന്നിയത്. എന്താ വെച്ചാൽ നമ്മളിപ്പോൾ ഇതൊരാളെ വിളിച്ചാലും നമുക്ക് കിട്ടില്ല, ഒരാളിനെ കിട്ടില്ല. അപ്പോൾ എന്തായാലും അത് റെഡി ആക്കിയിട്ടാണ് ടാങ്കിയിലേക്കും വെള്ളാണ്ട് നിറച്ച് ഒരു മനസ്സിന് തന്നെ ഒരു സന്തോഷം ആയ പോലെ ഉണ്ട് കേട്ടോ. വെള്ളം ഇല്ലാതെ ആയാലേ ഈ ഒരു കവുങ്ങാണിട്ട് അങ്ങോട്ട് ചാച്ച് കൊടുന്നിട്ട് കെടുക്കുകയാണ് കേട്ടോ. കണ്ട സൺസൈഡമ്മ മുട്ടിയിട്ടാണ് അത് കെടുക്കുന്നത്. അപ്പോൾ പിന്നെ ഞാൻ അതൊക്കെ ഇപ്പോൾ ഒന്ന് മഴ ഒന്നും വന്നതാട്ടാ. അപ്പോൾ ഇത് ഒട്ടിക്കാൻ വേണ്ടി വന്നതാണ്. ബാക്കിയൊക്കെ പിന്നെ വൈകുന്നേരത്ത് ഈ പെരുമഴയായിരുന്നു. പിന്നെ വൈകുന്നേരത്താണ് കേട്ടോ അതൊക്കെ ഒന്ന് ഞാൻ വിചാരിച്ചു ഇനി ഇന്നിപ്പോൾ വെട്ടാനും പിടിക്കാനൊന്നും പോവില്ല, നമുക്ക് വെള്ളം ആയല്ലോ എന്ന് വിചാരിച്ച്. അങ്ങനെയാണ് പിന്നെ വൈകുന്നേരത്ത് പറഞ്ഞത് എന്നാൽ മടാളം എടുത്തുകൂടിയും കയറെടുത്തുകൂടിയും പോവുക വെട്ടുക എന്നൊക്കെ പറഞ്ഞിട്ടാ. അപ്പോൾ വേറെ ആരും ഉണ്ടാവില്ല, ഞാനും മോനും തന്നെ ഏട്ടാ പോവുക ഇതൊക്കെ മേലേക്ക്. അങ്ങനെ ഒരു കയറും വേറെ ഒരു കയറും കൂടി ജോയിൻ്റ് ആക്കിയിട്ട് അതിൻ്റെ കവുങ്ങുമ്മ കെട്ടി. എന്നിട്ട് ഞാൻ അങ്ങനെ കൊത്തുക കേട്ടോ. അപ്പം എന്നോട് പറഞ്ഞ് നിങ്ങൾ ആ കവുങ്ങിൻ്റെ പാട് പോകട്ടാന്നൊക്കെ പറഞ്ഞിട്ട് ഇന്നെ അങ്ങനെ വഴക്ക് പറയുന്നുണ്ട്. അപ്പം എന്നാൽ ഞാൻ പറഞ്ഞു എന്നാൽ ഈ വെട്ടിക്കോ ഞാൻ കയറ് പിടിക്കാം. അങ്ങനെ എന്തിനു പറയണ്, ലാസ്റ്റ് പകുതിക്കെന്നാണ് കേട്ടോ കവുങ്ങിന് കേടുള്ളൂ. ആ പകുതിക്കെന്നാണ് ഒരു ചീന്തി വന്നുള്ളത്. അപ്പോൾ പകുതി നമ്മൾ താഴത്തേക്ക് എത്തിച്ച് അങ്ങനെ പൈപ്പൊക്കെ ഒട്ടിച്ച് ടാങ്കിലേക്ക് വെള്ളം അടിച്ചിട്ടാണ് ആശ്വാസം ഇങ്ങനെ പറഞ്ഞു ഞാൻ. അപ്പോൾ ഇതാണ് അതിൻ്റെ ഉള്ളിൽ നിന്ന് എടുത്ത സാധനങ്ങൾ. അപ്പോൾ ഇവർക്ക് ഇതിൻ്റെ കാര്യങ്ങളും ഒക്കെ അറിയണ കാരണം നമുക്കൊന്നും അറിയില്ല കേട്ടോ അങ്ങനത്തെ ഒന്നും. എൻ്റെ വലിയ ആങ്ങളെയും ഇതേപോലത്തെയൊക്കെ പണിയാട്ടാ എല്ലാതും അറിയാം. എല്ലാ റിപ്പയറുകളും വാനറിയാത്ത പണികളില്ല. അങ്ങനെ ഇക്കെന്ന് പറഞ്ഞാൽ ഇപ്പം മേലെന്ന് ഇത് വെട്ടിയിട്ട് ഇങ്ങനെ കെട്ടി ഇറക്കുക വെച്ചെങ്കിൽ ബിന്ദേശ്വര ബർഗറിൻ്റെ താഴത്തേ അതുമേലേക്ക് പോയിട്ട് ഈ മഴക്കാലമാണ് ഷീറ്റൊക്കെ കേട് വന്നിട്ടും നിരങ്ങിയിട്ടും പിന്നെ അവരെ വിറകൊക്കെ നനഞ്ഞിട്ടിച്ചിങ്ങി അത് ബുദ്ധിമുട്ടല്ലേ. അപ്പം അവരെ വിറകരമയ്ക്ക് ആവരുതേ എന്നുള്ളൊരു പ്രാർത്ഥന ഉണ്ടായിരുന്നത്. എന്താ വെച്ചാൽ മറ്റുള്ളവരെ ഒരു വെറുപ്പ് നമുക്ക് സമ്പാദിക്കണ്ടല്ലോ. ഇപ്പോൾ ഈ മഴക്കാലമൊക്കെ ആയിട്ട് ഓരോരുത്തരും വെറുകേരയൊക്കെ ഭദ്രമാക്കിയിട്ടൊക്കെ നല്ല ഇതിൽ സേഫാക്കി വെച്ചില്ല വലിയ വിറകൊക്കെ. അപ്പോൾ ഒന്നും വരാതെ അത് ഇതാവണ വെച്ചിട്ട് പിന്നെ ഒരാളും ഇല്ല, ഏട്ടനും ഇല്ല അവിടെ. മഴയാണ്, ഒരാളെ കിട്ടാനും ഇല്ല ഒന്നിനും. അങ്ങനെ മേലെ മഴക്കാലണ്ട് തുടങ്ങിയില്ല കേട്ടോ, അല്ലെങ്കിൽ പിന്നെ മേലേക്ക് അങ്ങോട്ട് കയറാൻ പറ്റില്ല.
അങ്ങനെ ഞാനും മോനും കൂടിയിട്ടൊക്കെ എന്തിനു പറയുന്നു ടാങ്കിയൊക്കെ നിറച്ചിട്ടാ. പിന്നെ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി കേട്ടോ കൂട്ടുകാരെ. ഇനി വർത്താനം പറയണേൽ പിന്നെ അതാണ് മറന്നു പോകും. അപ്പോൾ അങ്ങനെ കഴുങ്ങ് വെട്ടാൻ വേണ്ടി വന്നതാണ് കേട്ടോ. അതാണ് ഇങ്ങനെ വളഞ്ഞിട്ട് പോലെ നിൽക്കുക കേട്ടാ, പൊളിഞ്ഞിട്ട്. അപ്പം ഞാൻ പറഞ്ഞ് എന്നാൽ കയറ് കെട്ടിയിട്ട് പിടിക്കുക. അപ്പോൾ മോൻ വെട്ടുന്നുണ്ട് കേട്ടാ. അപ്പം എന്നോട് പറഞ്ഞ് ആ കവുങ്ങ് ഇങ്ങനെ ഭാരം കൂടിയിട്ട് താഴത്തേക്ക് പോണതിനനുസരിച്ചിട്ട് നിങ്ങൾ അങ്ങോട്ട് വീഴൂട്ടാന്നൊക്കെ പറഞ്ഞിട്ട് ഇന്നെ അങ്ങനെ വഴക്ക് പറയുന്നുണ്ട്. കുറച്ചാണ്ട് നീങ്ങുന്നോളി പിന്നാക്കെന്നൊക്കെ പറഞ്ഞിട്ട് ചീത്ത പറയുന്നുണ്ട് കേട്ടാ. അപ്പം ഞാൻ പറഞ്ഞു എന്നാൽ ഈ കയറ് പിടിച്ചോ, ഞാൻ വെട്ടാന്ന് പറഞ്ഞു. അങ്ങനെ കുറച്ച് കയറ് പിടിക്കും, കുറച്ച് ഞാൻ വെട്ടും. അങ്ങനെ ആയിട്ട് എന്തിനു പറയുന്നു. ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരൊക്കെ ഞങ്ങളൊക്കെ തന്നെയായിരുന്നു കേട്ടാ. ഇതായിരുന്നൊരു പേടി. പിന്നെ അടിയിക്കിൻ്റെ പൈപ്പ് പോയിട്ടുണ്ടെങ്കിൽ ബാത്റൂമിൻ്റെ ക്ലോസറ്റിൻ്റെ പൈപ്പ് ഒക്കെ ഉണ്ടേ പൊട്ടാൻ. എന്താ ഗ്ലാസ്, നമ്മളെ ജനലിൻ്റെ ഗ്ലാസ് എങ്ങണ്ടാ ഇത് പോവുക എന്നുള്ള ഒരു ഇതുമില്ല നമുക്ക്. അങ്ങനെ എന്തിനു പറയണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒക്കെ ഇന്ന് ഫയർഫോഴ്സിൻ്റെയും പ്ലംബിങ്ങിൻ്റെയൊക്കെ തന്നെയായിരുന്നു കേട്ടാ. അപ്പോൾ വെട്ടാൻ പേടിയുണ്ട്. പെട്ടെന്ന് വെട്ടിട്ടാൽ ഒന്നാകെ കയ്യിൽ നിന്ന് ഈ കയറാണ്, ഈ നൂല് പോലത്തെ ഈ കയറാണ് പോവുക എന്നൊന്നും പേടിയുണ്ട്. അപ്പോൾ മോൻ പറയുകയാണ് ഇനി ഇങ്ങനെ കയറ് പോണതിനനുസരിച്ച് ഇതാവുക വെച്ചെങ്കിൽ കാലിങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ നിന്നാൽ മതി. നൂല് പേടിയുണ്ട്. എന്താ വെച്ചാലേ കുറച്ച് ദിവസം മുന്നേ നായ കോഴീനെ പിടിക്കാൻ വന്നതല്ലേ. അപ്പോൾ ഞാനൊരു 2:30 ഉണ്ടാവും. ഞാൻ ഇങ്ങനെ കണ്ണിലിങ്ങനെ ഒന്ന് ഉറക്കം വന്നിട്ട് ഇങ്ങനെ ഉറങ്ങിയ സമയത്താണ് കോഴികളൊക്കെ കൂടി ഇവിടെന്നിങ്ങനെ ഓടുന്നത്. അപ്പം അങ്ങനെ എണീച്ച് ഓടിയതാണേ. അങ്ങനെ ഒരു റൗണ്ട് അടിച്ച് നായ ഇങ്ങനെ ചുറ്റു ഓടുക. രണ്ടാമത്തെ റൗണ്ട് അടിയിൽ ജോലിയും കിടന്ന് ഓടുന്നുണ്ട്. ഞാനൊന്നും കാണില്ല, കണ്ണാടിയൊന്നും എടുത്തിട്ട് കിട്ടില്ല. അങ്ങനെ ജോലിയുടെ കയറ് കെട്ടിയിട്ട് അവിടെ ഉണ്ട് വീണു. അന്ന് എന്നെ കുറേ ചീത്തറിഞ്ഞിട്ടാ. അപ്പോൾ ഓനെ അറിയാം അങ്ങനത്തെ പൊട്ടത്തരങ്ങളൊക്കെ ഞാൻ ചെയ്യാന്നൊക്കെ. അങ്ങനെ പിന്നെ അവിടുന്ന് ഒന്ന് ലൂസായപ്പോൾ പിന്നെ ഓൻ താഴത്തേക്ക് ഇറങ്ങി വന്നിട്ടാ. അപ്പത്തിന് ഞാനും വിൻറ്റേജും ഏട്ടൻ്റെ മോനും ഒക്കെ കൂടി വന്ന് താങ്ങി പിടിച്ച്. വാഴകളൊക്കെ ഉണ്ടായിരുന്നിട്ടാ. തലങ്ങും വിലങ്ങും ഒക്കെ വാഴയൊക്കെ കണ്ട് കൊത്തിയിട്ട് ദേഷ്യം പിടിച്ചിട്ട് എത്ര 4-5 വാഴകളൊക്കെ കൊത്തിക്ക് ചിരിയും വരും. 4-5 വാഴകളൊക്കെ കൊത്തി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇട്ടിട്ടാ. പിന്നെ ഈ കവുങ്ങ് വീണിട്ടും 2-3 വാഴയൊക്കെ ഒടിഞ്ഞു. അപ്പം അതൊക്കെ കൊത്തിയിട്ട് ഇങ്ങോട്ട് മറ്റുള്ളവരത്തെ അവിടുന്ന് ഇങ്ങോട്ട് ഈ അരുവിലേക്ക് തന്നെ ഇട്ടോന്നൊക്കെ പറഞ്ഞപ്പോൾ അതൊക്കെ എടുത്തിടാനിട്ടാ. അപ്പം എന്തായാലും പകുതിക്ക് കൊത്തി താഴത്തേക്ക് ആക്കിയിട്ടാ. പിന്നെ ഗംഭീര മഴയായിരുന്നു. അരുവിലാണ് കിടന്നോട്ടെ. അപ്പോഴേക്ക് പിന്നെ ആ മഴയത്ത് പെരുമഴയത്തുണ്ട് ആമസോണിൽ നിന്ന് ഒരു സാധനം വന്ന്. അപ്പോൾ പൊട്ടിക്കുമ്പോൾ ഞാൻ ഒന്ന് ഫോൺ പിടിച്ചാൽ എന്താണെന്ന് ചോദിക്കുക. അപ്പോൾ ഇതാത്ര കേട്ടാ LED മേലെ പുറത്തേക്ക് LED ഇതുണ്ട്, അതിൽ ഇടാനാത്ര കേട്ടാ. അപ്പോൾ അതൊന്ന് പൊളിക്കുമ്പോൾ അതിൻ്റെ വീഡിയോ ഒന്ന് എടുത്തതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ വിശേഷങ്ങളൊക്കെ കൂട്ടുകാർ നിങ്ങൾക്ക് ഇഷ്ടമായ ഇത് ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മളെ ജീവിതമായിട്ട് അന്നത്തെ ജീവിത രീതിയാണ് കേട്ടോ. അല്ലാതെ നമ്മൾ ഉണ്ടാക്കിയ ഉള്ള വീഡിയോ ഒന്നുമല്ല. അപ്പോൾ അത് ഞാനൊന്നുകൊണ്ട് ഉൾപ്പെടുത്തിയതാണ്. മോൻ്റെ സമ്മതമൊക്കെ ഒന്ന് ചോദിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്തിട്ട് ഒക്കെ ഒന്ന് കത്തിച്ച് കാണിച്ചിട്ടാ. നല്ല നിറക്കള്ളായിരുന്നു. അപ്പോൾ അത്
മേലത്തെ പുറത്തേക്കുള്ള ചുമരിൽ 2 LED ഇടാനുള്ള ഇതുണ്ട്, അതിന് വേണ്ടിയിട്ട് മേടിച്ചതാട്ടാ. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. മറ്റൊരു വീഡിയോയുമായി നാളെ വരാം. ഓക്കെ, ബായ്.